സ്നേഹം എന്ന് വിളിക്കുകയും ഉള്ളിൽ ഒരു ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു നിർത്തുകയും ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മൾ പ്രേമം, പ്രണയം എന്ന പേരിൽ കാണുന്നത്. നീ എന്റേത് മാത്രമാണ് എന്ന ചിന്താഗതി. അതും കടന്ന് തനിക്ക് ലഭിക്കാത്തത് മറ്റാർക്കും ലഭിക്കരുത് എന്ന നിഹിലിസ്റ്റിക് മനോഭാവത്തിലേക്ക് ഇത് മാറുന്നു. അപ്പോൾ കാമുകി എന്നത് ഒരു വ്യക്തി എന്ന നിലയിലല്ല, അവൾ ഉടമസ്ഥാവകാശമുള്ള ഒരു വസ്തുവായി മാറുന്നു. ആ വസ്തു കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ അതിനെ നശിപ്പിക്കുക എന്നത് മൃഗീയമായ, അക്രമാസക്തമായ ഒരു വാശിയായി മാറുന്നു. ജീവന് തുല്യം സ്നേഹിച്ചു എന്ന് അവകാശപ്പെടുക, എന്നിട്ട് നിഷ്ഠൂരമായി ആ ജീവൻ എടുക്കുക. ഒരാൾക്കതിന് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ സ്നേഹമെന്നല്ല, ഒരു കൊടും ക്രിമിനലിന്റെ മനോവൈകല്യം എന്നാണ് വിളിക്കേണ്ടത്. ചിത്രപ്രിയ എന്ന പെൺകുട്ടി ജീവിതം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അനന്തമായ ആകാശം സ്വപ്നം കണ്ട ചിത്ര നാട് നടുങ്ങിയൊരു കൊലപാതകത്തിൽ അവൾ ഇല്ലാതായി. എന്താണ് ആ ഞെട്ടിക്കുന്ന കൊലപാതകത്തിന് പിന്നിൽ? ഉത്തരം തേടുകയാണ് കുറ്റവും ശിക്ഷയും. ഒപ്പമുള്ളവർ ആരാണ്? ഈ കലികാലത്തിൽ നമ്മൾ എപ്പോഴും തിരഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു കൊലക്കത്തി അരയിൽ ഒളിപ്പിച്ചാണോ അയാൾ പഞ്ചാര വാക്കുകൾ കൊണ്ട് മൂടുന്നത്? ചിത്രപ്രിയ അങ്ങനൊരു ചതിയിൽ പെട്ടതാണോ? ഒരു പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു. 2025 ഡിസംബർ 7 ഞായറാഴ്ച, കാലടി പോലീസ് സ്റ്റേഷൻ. മലയാറ്റൂർ സ്വദേശി ഷൈജു പരാതി നൽകാനെത്തിയതാണ്. തന്റെ മകളെ കാണാനില്ല. വളരെ രാത്രി വരെ കാത്തു. കുട്ടി തിരിച്ചെത്തിയിട്ടില്ല. വീട്ടുകാർ കാലടി പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകി. 19 വയസ്സു മാത്രം പ്രായമുള്ള ചിത്രപ്രിയ. ചിത്രപ്രിയ വയസ്സ് 19, തുരുത്തിപ്പറമ്പിൽ മുണ്ടങ്ങമറ്റം, മലയാറ്റൂർ, എറണാകുളം ജില്ല. പിതാവ് ഷൈജു, മാതാവ് ഷിനി. ഡിസംബർ 6, 2025 കടയിലേക്കൊന്ന് പോയി വരാം എന്ന് പറഞ്ഞാണ് ചിത്രപ്രിയ അന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ചില സാധനങ്ങൾ വാങ്ങാനുണ്ട്. അന്ന് ഉത്സവത്തിന്റെ താലപ്പൊലിയാണ്. നാട്ടിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ദേശവിളക്കെന്ന ചടങ്ങിൽ താലമെടുക്കുന്നുണ്ട് ചിത്രപ്രിയ. അതിനുള്ള പൂക്കളും സെറ്റുമുണ്ടും വീട്ടിൽ തയ്യാറാക്കി വച്ചിരുന്നു. അതൊക്കെ അടുക്കി വച്ച ശേഷമാണ് ഒരു സാധനം വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞ് ചിത്ര ഇറങ്ങിയത്. ബാംഗ്ലൂരിൽ ഏവിയേഷൻ ബിരുദ കോഴ്സ് പഠിക്കുകയാണ് ചിത്രപ്രിയ. ആകാശമാണ് സ്വപ്നം. നാട്ടിലെ മലയാറ്റൂർ ക്ഷേത്രത്തിലെ ഉത്സവമായി. ഉത്സവം കൂടാനാണ് കുറച്ചു ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് ചിത്ര നാട്ടിലേക്കെത്തിയത്. 2025 ഡിസംബർ 7 കാലടി പോലീസ് സ്റ്റേഷൻ. പരാതി ലഭിച്ച ഉടൻ തന്നെ കാലടി പോലീസ് അലർട്ടായി. പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടികൾ തുടങ്ങി. സന്ദേശമിറങ്ങി. വയർലെസ് നിരന്തരം ശബ്ദിച്ചു. പരാതി ലഭിച്ച ഉടൻ തന്നെ ചിത്രപ്രിയയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷനാണ് പോലീസ് തെരഞ്ഞത്. പരിശോധിച്ചു. പെൺകുട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെങ്കിലും അവസാനമായി കാണിച്ച ലൊക്കേഷൻ വ്യക്തം. അത് മലയാറ്റൂർ ഭാഗത്താണെന്ന് പോലീസ് കണ്ടെത്തി. ഇതു കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട അന്വേഷണം ആരംഭിച്ചത്. മൊബൈൽ ഫോൺ സിം GPS ട്രാക്കിൽ ചിത്രപ്രിയ സഞ്ചരിച്ച വഴികളിലൂടെ പോലീസും സഞ്ചരിച്ചു. അവിടെയുള്ള CCTV ക്യാമറകൾ കണ്ടെത്തി. മലയാറ്റൂർ കേന്ദ്രീകരിച്ചുള്ള ക്യാമറകൾ, പ്രധാന റോഡിലെ ക്യാമറകൾ, എല്ലായിടത്തു നിന്നും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഈ പരിശോധനയിലാണ് ചിത്രപ്രിയ ഒരു യുവാവിന്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നത്
പോലീസ് കണ്ടത്. ഈ ദൃശ്യം കേസിലെ വഴിത്തിരിവായി. ചിത്രപ്രിയ ഏതോ സുഹൃത്തിനൊപ്പമാണ്. പോലീസിന്റെ ആദ്യ നിഗമനം അതായിരുന്നു. സുഹൃത്തുക്കൾ ധാരാളമുണ്ടെങ്കിലും അടുപ്പമുള്ളവർ വളരെ കുറവ്. സോഷ്യൽ മീഡിയയിൽ സജീവം. ആധുനിക കാലത്തെ ഏതൊരു പെൺകുട്ടിയെയും പോലെ സമർത്ഥയായിരുന്നു ചിത്രപ്രിയ. സുഹൃത്തുക്കളുടെ ആ ഷോർട്ട് ലിസ്റ്റായിരുന്നു പോലീസ് ആദ്യം തെരഞ്ഞത്. ഏറ്റവും അടുത്ത സുഹൃത്ത് അലൻ ബെന്നിയാണ്. ആകെ 3 പേരുണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ലിസ്റ്റിൽ. അലൻ ബെന്നിയോടാണ് കൂടുതൽ അടുപ്പം. ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നും പോലീസിന് സൂചന കിട്ടി. 6-ാം തീയതി വൈകിട്ട് കാണാതായതാണ് ചിത്രയെ. മണിക്കൂറുകൾ ദിവസത്തിലേക്ക് മാറിയപ്പോൾ പോലീസ് അപകടം മണത്തു. 2025 ഡിസംബർ 8 കാലടി പോലീസ് സ്റ്റേഷൻ. ഷോർട്ട് ലിസ്റ്റിലെ 3 പേരെയും പോലീസ് വിളിപ്പിച്ചു. ചോദ്യം ചെയ്യലിൽ കാര്യമായ ഒന്നും കിട്ടിയില്ല. കൂട്ടത്തിൽ അലൻ ബെന്നിയെ കൂടുതൽ നേരം ചോദ്യം ചെയ്തു. പ്രണയം മാത്രമല്ല, ഇരുവരും തമ്മിൽ വഴക്കും പതിവായിരുന്നു എന്ന മറ്റു സുഹൃത്തുക്കളുടെ മൊഴി പോലീസിന് ലീഡായി. പക്ഷേ അലന്റെ മറുപടി വ്യക്തമായിരുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന വഴക്കിനപ്പുറം ഒന്നുമില്ല. താനും ചിത്രയും തമ്മിൽ അഗാധമായ സ്നേഹമായിരുന്നു. 3 പേരെയും പോലീസ് വിട്ടയച്ചെങ്കിലും പോലീസ് 3 പേരുടെയും യാത്രാവഴികൾ, കോൾ വിവരങ്ങൾ എല്ലാം ശേഖരിച്ചു. ചിത്രപ്രിയയുടെ ഫോണിലേക്ക് അവസാനമായി വന്ന കോളുകൾ, പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ ഇന്ററാക്ഷൻ വിവരങ്ങൾ. നിരന്തര നിരീക്ഷണത്തിൽ പോലീസ് ചിത്രപ്രിയയുടെ സുഹൃത്തുക്കളുടെ പട്ടിക ഒന്നുകൂടി കുറുക്കിയെടുത്തു. അതിൽ ഒരു പേരായി ചുരുങ്ങി: അലൻ ബെന്നി. ചിത്രപ്രിയയെ കാണാതാകുന്ന ദിവസവും അലനുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് കണ്ടെത്തി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ സുഹൃത്തുക്കളുടെ ഫോൺ ലൊക്കേഷനും സഞ്ചാരപഥവും പോലീസ് രേഖയാക്കി. ചിത്രപ്രിയയെ കാണാതായ ദിവസം വൈകുന്നേരം മുതൽ ഏറെ നേരം അലൻ ബെന്നിയുടെ ഫോൺ ലൊക്കേഷനും അതേ സ്ഥലത്തായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പേര് അലൻ ബെന്നി. പ്രായം 21 വയസ്സ്. വിലാസം കൊറ്റമാം, കുറിയേടം, മലയാറ്റൂർ. ജോലി ഡ്രൈവർ, പാർട്ട് ടൈം വെൽഡർ. ഡിസംബർ 9 രാവിലെ ചിത്രപ്രിയയെ കാണാതായി 3-ാം പകൽ. ചിത്രപ്രിയ ആരുടെ കൂടെയോ ഒളിവിൽ പോയതാണെന്ന സാധ്യത 0%. അലൻ ബെന്നിക്ക് ചിത്രപ്രിയയുടെ തിരോധാനത്തിൽ അറിവുണ്ട് എന്നതിന് സാധ്യത 100%. അലൻ ബെന്നി പോലീസിന്റെ സർവേലൻസിൽ അപ്പോഴുമുണ്ട് എന്നതും, ചിത്രപ്രിയ അപ്രത്യക്ഷയായി എന്നതും, പെൺകുട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നതും ഒരങ്ങേയറ്റത്തെ അപകട സാധ്യതയാണ് നൽകുന്നത്. പോലീസ് ഭാഗം ക്ലിയറാണ്. ഉച്ചയാകുന്നു. അലനെ എടുക്കാൻ തന്നെയായിരുന്നു പോലീസിന്റെ ഉദ്ദേശം. സൈബർ രേഖകളും മറ്റു ചില വിവരങ്ങളും കൂടി എത്തിയാൽ മതി. പക്ഷെ ഉച്ചയായപ്പോൾ പോലീസിനെ തേടി ആ സന്ദേശമെത്തി. ചിത്രപ്രിയ തിരോധാന കേസിലെ ആ നിർണായക വിവരം. കേരളം ഞെട്ടിയ സംഭവങ്ങളുടെ വഴിത്തിരിവ്. ഒരു തിരോധാന കേസിൽ ഏറ്റവും നിർണായകം ആളെ കണ്ടെത്തുക എന്നത് മാത്രമാണ്. ആളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ജീവനോടെയോ ജീവനില്ലാതെയോ.
ചിത്രപ്രിയയെ തെരഞ്ഞ പോലീസ് പ്രതീക്ഷിക്കാത്ത ഒരു വിവരമാണ് ആ ഉച്ചയ്ക്ക് എത്തിയത്. ചിത്രപ്രിയയെ തിരയാനിറങ്ങിയവരിൽ പോലീസിനൊപ്പം നാട്ടുകാരുമുണ്ടായിരുന്നു. ചിത്രയുടെ അമ്മ ഷിനി ജോലി ചെയ്യുന്നത് അവിടെ അടുത്തുള്ള ഒരു കാറ്ററിംഗ് യൂണിറ്റിലാണ്. ധാരാളം സന്നദ്ധരായ ജീവനക്കാർ, ചെറുപ്പക്കാർ ഉള്ളയിടം. അവർ ഒന്നാകെ തെരച്ചിലിൽ ഇറങ്ങിയിരുന്നു. 2025 ഡിസംബർ 9 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 ചിത്രപ്രിയയുടെ അമ്മ ജോലി ചെയ്യുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് ദുർഗന്ധം വമിക്കുന്ന ഒരു ഭാഗം ശ്രദ്ധിച്ചത്. മനുഷ്യമാംസം അഴുകുന്നതിന്റെ ഗന്ധം. മലയാറ്റൂർ മുണ്ടങ്ങാമറ്റത്തെ ചിത്രപ്രിയയുടെ വീടിന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെ അവിടെയുള്ള സെബിയൂർ കൂരാപ്പള്ളി കയറ്റം. ആ ഭാഗത്ത് ഒരു ഒഴിഞ്ഞ റബ്ബർ തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ നിന്നാണ് ദുർഗന്ധം. തെരച്ചിൽ സംഘം എത്തുമ്പോൾ ഊഹം തെറ്റിയില്ല. അത് ചിത്രപ്രിയ തന്നെ. നാട്ടുകാർക്കും അമ്മയുടെ സഹപ്രവർത്തകർക്കും സംശയമില്ല. മൃതദേഹം കണ്ട വിവരം അവർ അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചു. കാലടി പോലീസ് സ്ഥലത്തെത്തി. മൃതദേഹം ജീർണിച്ചു തുടങ്ങിയിരുന്നു. എന്തായിരിക്കും സംഭവിച്ചത്? 3 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു മൃതദേഹത്തിന്. ജീർണിച്ചു തുടങ്ങി. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റതായി വ്യക്തം. തലയൊട്ടി തകർന്നിരിക്കുന്നു. തലയിലും മുഖത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുറിവേറ്റ പാടുകൾ. മൃഗീയമായ ആക്രമണം തന്നെ നടന്നിരിക്കുന്നു. മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്തിനു സമീപം വെട്ടുകല്ലുകൾ കൂടിക്കിടക്കുന്നു. ആ കല്ലുകളിൽ ചിലതിൽ രക്തക്കറ പറ്റിയിട്ടുണ്ട്. പോലീസിന്റെ വിശദമായ പരിശോധനയിൽ ചില വലിയ കല്ലുകൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അവയിലാണ് രക്തം പുരണ്ടിരിക്കുന്നത്. ഒരു കല്ല് വളരെ വലുതായിരുന്നു. 2 ചെറിയ കല്ലുകൾ വേറെ. ആൾപെരുമാറ്റം തീരെയില്ലാത്ത ഒഴിഞ്ഞ ഭാഗത്തെ റബ്ബർ എസ്റ്റേറ്റ്. അതിനുള്ളിലായി ആ മൃതദേഹം. പോലീസിനെ കൂടാതെ ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിനുള്ള വിഭാഗവും അവിടെ എത്തി. വിരലടയാള വിദഗ്ധർ, ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സ്, ഫോറൻസിക് ഉദ്യോഗസ്ഥർ, ഡോഗ് സ്ക്വാഡ് തുടങ്ങി പോലീസിന്റെ വിപുലമായ ടീം തന്നെ അവിടെ എത്തി. ആലുവ DCP, കാലടി ഇൻസ്പെക്ടർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രാഥമിക അന്വേഷണവും തെളിവെടുപ്പും നടത്തിയത്. കാലടി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൃതദേഹം കണ്ടെടുത്ത ശേഷം ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധമുയർത്തി. പോലീസിന്റെ ആദ്യ സംശയം അലൻ എന്ന സുഹൃത്തിനെയാണെന്നും അവർക്കറിയാമായിരുന്നു. അലനെ കയ്യിൽ കിട്ടാനുള്ള വാശിയുമായി നാട്ടുകാർ ഇറങ്ങി. ആ രാത്രി മലയാറ്റൂരിലെ ആ ഗ്രാമം അശാന്തമായിരുന്നു. ഡിസംബർ 9 ചൊവ്വാഴ്ച രാത്രി 9 മണി. അലനെ ഡിസംബർ 8 പോലീസ് ചോദ്യം ചെയ്തു വിട്ടതാണ്. അങ്ങനെയാണ് പൊതുധാരണ. ഇപ്പോൾ ഈ കേസിന്റെ സാഹചര്യങ്ങളെല്ലാം അലനെതിരാണ്. രാത്രിയിൽ ചിത്രപ്രിയയുടെ ബന്ധുക്കളും നാട്ടുകാരും അവനെ തിരഞ്ഞിറങ്ങിയെന്നത് പോലീസ് മനസ്സിലാക്കി. കയ്യിൽ കിട്ടിയാൽ അത് പോലീസിന് പുതിയ തലവേദനയാകും, ഉറപ്പാണ്. പക്ഷേ ആ തലവേദന ഉണ്ടാകാതിരിക്കാൻ പോലീസ് ഒരു മറുമരുന്ന് ഉറപ്പാക്കിയിരുന്നു. 2025 ഡിസംബർ 8 രാത്രി. ആ രാത്രി അവസാനിക്കുന്നതിന് മുൻപ് അന്നു പകൽ ചോദ്യം ചെയ്തു വിട്ട അലൻ ബെന്നിയുടെ സമീപം പോലീസ് വീണ്ടുമെത്തി. നിന്റെ ജീവൻ അപകടത്തിലാണ്. ചിത്രപ്രിയയുടെ ബന്ധുക്കൾ നിന്നെ സംശയിക്കുന്നത് കൊണ്ട് അപകടമാണ്. അലനെ അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2025 ഡിസംബർ 8 രാത്രി 11:27.
മിസ്സിംഗ് പേഴ്സണെ ഇതുവരെ കണ്ടെത്തുന്നതിന് സാധിച്ചിട്ടില്ലാത്തതിനാലും മിസ്സിംഗ് പേഴ്സന്റെ കുടുംബക്കാരുമായി സ്ഥലത്തു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാലും ടിയാനെ മുൻകരുതലെന്ന നിലയിൽ 8/12/2025 രാത്രി 23:27 മണിക്ക്, അതായത് 11:27 പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോലീസ് രേഖകൾ വ്യക്തം. അതായത് അലൻ ബെന്നി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. 8-ാം തീയതി രാത്രി മുതൽ തെരഞ്ഞു നടന്ന നാട്ടുകാർക്ക് അയാളെ കയ്യിൽ കിട്ടില്ല. കസ്റ്റഡിയിലായിരുന്നെങ്കിലും അലൻ ഒന്നും വിട്ടുപറഞ്ഞിരുന്നില്ല. തനിക്കൊപ്പം ചിത്രയുണ്ടായിരുന്നു. പക്ഷേ സെബിയൂർ ഭാഗത്ത് അവളെ സുരക്ഷിതമായി ഇറക്കി വിട്ടു. അത്രമാത്രമേ അലൻ പറയുന്നുള്ളൂ. രാത്രിയും പിറ്റേന്നു പകലും പോലീസ് ബന്ദോബസ്തിൽ അലൻ അവിടെ ഉണ്ടായിരുന്നു. 2025 ഡിസംബർ 9 ചൊവ്വാഴ്ച ഉച്ചയോടെ മൃതദേഹം ലഭിച്ചു. കല്ലുകൊണ്ട് തല ഇടിച്ചു പൊളിച്ചാണ് കൊന്നിരിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന അലൻ അല്ലാതെ മറ്റാര്? കസ്റ്റഡിയിലുള്ള അലൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനായി. ആത്മാർത്ഥ പ്രണയമെന്നാണ് പറച്ചിൽ. എന്നിട്ട് അയാൾ അവൾ എന്താണ് ചെയ്തത്? ഇരുവർക്കുമിടയിൽ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചാലും ഇങ്ങനെ ഒരു അവസാനം ചിത്രപ്രിയയ്ക്ക് എങ്ങനെ ഉണ്ടായി? പോലീസ് സ്റ്റേഷനിൽ ആ രാത്രിയിൽ 2025 ഡിസംബർ 9 അലൻ തന്റെ കഥ പറയാൻ തുടങ്ങി. ചിത്രപ്രിയ നാട്ടിലുണ്ടായിരുന്നപ്പോൾ മുതലുള്ള സൗഹൃദമാണ്. അതു പിന്നീട് പ്രണയമായി. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ ആദ്യകാലത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ചിത്രപ്രിയയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്ന അലൻ. അയാൾ അക്കാര്യം ചിത്രപ്രിയയോട് ചോദിച്ചു. ആദ്യമൊക്കെയുള്ള ഈ ചോദ്യം ചെയ്യൽ പിന്നെ പതുക്കെ അവർ തമ്മിലുള്ള വഴക്കിന് കാരണമായി. വഴക്ക് പതിവായി. ഒരുതരം ഹേറ്റ് ആൻഡ് ലവ് ഡ്രാമയായി ആ പ്രണയം വഴിമാറി. ബംഗളൂരുവിൽ ചിത്രപ്രിയയ്ക്ക് ഒരു ആൺ സുഹൃത്തുണ്ടെന്നാണ് അലന്റെ ആരോപണം. അയാളുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കണം അലൻ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ബന്ധം തനിക്കില്ല. ചിത്ര ഇക്കാര്യങ്ങളെല്ലാം നിഷേധിച്ചിരുന്നു. ഡിസംബർ 6, 2025 അന്ന് കടയിൽ സാധനം വാങ്ങാനിറങ്ങിയ ചിത്രപ്രിയ നേരെ ചെന്നത് അലനെ കാണാനാണ്. ആളൊഴിഞ്ഞ ആ റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു ലക്ഷ്യം. കുറച്ചുനേരം കറങ്ങി. രാത്രി 9 മണിയോടെ ഇവർ മലയാറ്റൂർ കുരിശുമുടിക്ക് സമീപമുള്ള മണപ്പാട്ടുചിറയിലെ വിജനമായ ആ പറമ്പിലെത്തി. അവിടെ ഒരു മൺകൂനയ്ക്ക് മറവിലേക്ക് മാറി നിന്ന് അലൻ മദ്യപിക്കാൻ തുടങ്ങി. മദ്യം തലയ്ക്കു പിടിച്ചപ്പോൾ അലൻ ആ പതിവ് ചോദ്യങ്ങൾ പുറത്തെടുത്തു. ഇക്കുറി അയാളുടെ പക്കൽ ഒരു ഫോട്ടോയുടെ കഥയുമുണ്ടായിരുന്നു. ചിത്രപ്രിയയുടെ ഫോണിൽ ഒരു ആൺ സുഹൃത്തുമായി അവൾ നിൽക്കുന്ന ചിത്രം താൻ കണ്ടുവെന്നും അത് ചോദിച്ചുവെന്നും അലൻ പോലീസിനോട് ഏറ്റുപറഞ്ഞു. അവൾ തന്നെ സംശയിക്കുന്നതിൽ അലനോട് കയർത്തു. മദ്യലഹരിയിൽ അലനും വിട്ടുകൊടുത്തില്ല. ആത്മാർത്ഥ പ്രണയം സംശയരോഗത്തിനും ആൺമേൽക്കോയ്മയ്ക്കും മുന്നിൽ തകർന്നു വീഴുകയായിരുന്നു. വലിയ വഴക്കിനൊടുവിൽ വീട്ടിലേക്ക് മടങ്ങണമെന്ന ചിത്ര നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ അയാൾ ആ രാത്രിയിൽ അത് കെട്ടതായി ഭാവിച്ചില്ല. അയാൾക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു. മനഃപൂർവ്വം കറങ്ങിക്കറങ്ങി അത്രയും സമയം ചെലവിട്ടതിൽ, അവളെ അവിടെ ആ സമയം എത്തിച്ചതിൽ, ആ മൺകൂനയുടെ മറവിലേക്ക് ഒതുങ്ങി നിന്നതിൽ, എല്ലാറ്റിലും അലന് ഒരു തീർച്ചയുണ്ടായിരുന്നു. വാശിയോടെ പറഞ്ഞുകൊണ്ടിരുന്ന ചിത്രപ്രിയ സഹികെട്ടു. പെട്ടെന്നാണ് ഇരുളിൽ നിന്ന് ഒരടി തന്റെ തലയിലേക്ക് ചീറിയെത്തിയത്. കല്ലുകൊണ്ടുള്ള മാരകമായ പ്രഹരത്തിൽ ചിത്രപ്രിയ കറങ്ങി തറയിലേക്ക് വീണു. ചെറിയ കല്ലുകൊണ്ടുള്ള അടിയാണ്. രക്തം ചീറ്റിയൊഴുകി. മരണമുറപ്പാക്കണം. അയാൾ ഒരു വലിയ കല്ല് താങ്ങിയെടുത്തു. വീണുകിടക്കുന്ന ചിത്രപ്രിയയുടെ മുഖം ലക്ഷ്യമാക്കി അയാൾ
ആ കല്ല് താഴേക്കിട്ടു. നീചമായ മൃഗീയമായ കൊലപാതകം, ഭയാനകമായ കാഴ്ച. തല തകർന്നു മരിച്ച ചിത്ര ജീവിച്ചു തുടങ്ങിയതേയുള്ളൂ. വെറും 19 വയസ്സ്. ആകാശമായിരുന്നു അവളുടെ സ്വപ്നം, അവളുടെ ലക്ഷ്യം. വെറുപ്പും പ്രണയവും തമ്മിലുള്ള ദൂരം വളരെ കുറവാണെന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിലൊന്ന്. പ്രണയത്തിന്റെ എതിർപദമല്ല വെറുപ്പ്, അത് പ്രണയത്തിനോളം തീവ്രതയുള്ള ഒന്നാണ്. അലൻ എന്തെങ്കിലും ചിത്രപ്രിയയെ പ്രണയിച്ചിരുന്നു എന്നത് വ്യക്തമല്ല. പക്ഷേ അയാളുടെ പ്ലാനും എക്സിക്യൂഷനും ആലോചിച്ച് ഉറപ്പിച്ചതുള്ളായിരുന്നു. പ്രണയപ്പകയിൽ, സംശയത്തിൽ അവളെ ഇല്ലാതാക്കിയതിന്റെ ഓരോ ഘട്ടവും അവൻ വ്യക്തമായി ഓർക്കുന്നു. ഒന്നുവിടാതെ എല്ലാം ചൂണ്ടിക്കാണിച്ചു. മനസ്സിൽ പകയൊളിപ്പിച്ച് തങ്ങൾ സ്നേഹിച്ചു നടന്ന വഴികൾ, ആ വഴിയിലൂടെ അവസാനം നടത്തിയ യാത്ര, മരണത്തിലേക്കുള്ള വഴികളിൽ അയാൾ ഓരോന്നോരോന്നായി തെളിവുകളിലേക്ക് തുന്നിച്ചേർത്തു. 2025 ഡിസംബർ 21 മലയാറ്റൂർ മണപ്പാട്ടുചിറയ്ക്ക് സമീപമുള്ള സെബിയൂർ കാടാപ്പാറ റോഡിലെ ഒഴിഞ്ഞ പറമ്പ്. ആ പറമ്പിലെ മൺകൂനയ്ക്ക് പിന്നിൽ വെച്ചാണ് കൊലപാതകം നടത്തിയതെന്ന അലൻ പോലീസിനോട് വിവരിച്ചു. വാക്കേറ്റത്തിനിടെ വടികൊണ്ട് അടിച്ചു വീഴ്ത്തിയെന്നും കല്ലുകൊണ്ടിടിച്ചുവെന്നും സമീപത്തുണ്ടായിരുന്ന വലിയ കല്ലെടുത്ത് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും അലൻ വിവരിച്ചു കൊടുത്തു. കൂട്ടത്തിൽ ഏറ്റവും വലിയ കല്ല് ഒടുവിൽ അയാൾ ആയാസപ്പെട്ട് ഉയർത്തി ചിത്രയുടെ മുഖത്തേക്കിട്ട് മരണമുറപ്പാക്കിയ ആ വലിയ കല്ലിന് ഭാരം 22 കിലോയായിരുന്നു. ചെറിയ കല്ലുകൾക്ക് ഭാരം 2.5 കിലോയും 4.5 കിലോയും തൂക്കം. ചിത്രപ്രിയ പഠിച്ചിരുന്ന ബാംഗ്ലൂരുവിലെ കോളേജിലും പരിസരത്തും പ്രതിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. ചിത്രപ്രിയയുടെ അവിടുത്തെ സുഹൃത്തുക്കളെക്കുറിച്ചും അവർ തമ്മിലുള്ള തർക്കങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. കൊലപാതകത്തിനു ശേഷം രക്തം പുരണ്ട വസ്ത്രങ്ങളും ഷൂസും അയാൾ ഉപേക്ഷിച്ചു. ഒരു സുഹൃത്തിന്റെ സഹായത്തോടെയാണ് അയാൾ അത് മാറ്റിയത്. പുതിയ ഷൂസും വസ്ത്രങ്ങളും അണിഞ്ഞുകൊണ്ട് ആൾമാറാട്ടം നടത്തിയാണ് അലൻ അവിടെ നിന്നും അപ്പോൾ രക്ഷപ്പെട്ടത്. ഇനി ശിക്ഷ കാത്തുള്ള ദിനങ്ങളാണ്. യഥാർത്ഥ പ്രണയം സ്വതന്ത്രമാക്കുന്നതാണ്, സ്വന്തമാക്കുന്നതല്ല. എന്നാൽ വെറുപ്പിലേക്ക് വഴിമാറുന്ന പ്രണയം ബന്ധനമാകുന്നു. ആ ബന്ധനമാണ് പകയും വെറുപ്പും ഒക്കെയാകുന്നത്. ചിത്രപ്രിയ അയാളെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. വിഷലിപ്തമാണ്, ടോക്സിക്കാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും അയാൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന കരുതൽ അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവസാനത്തെ ആ മരണവഴിയിലും അവൾ ഒപ്പം കൂടിയത്. നാളെ മറ്റൊരു കേസുമായി വീണ്ടും. ഗുഡ് ബൈ.